യേശുവേ എന്ന് വിളിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കരങ്ങൾ വീശി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, 59 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് അന്ധത ബാധിച്ചില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ അമ്മയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിയോഗങ്ങൾ ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, അമ്മയോട് ഈശോയോട് ഞങ്ങൾ ഒപ്പടിയുണ്ട്. ഞങ്ങൾ ഉപയോഗം നിറഞ്ഞ വസ്തുക്കളിലൂടെ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൃപ ചെയ്യണമേ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരും നിന്നാൽ മതി. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ,
2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പവും അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം, ഇപ്പോഴ് നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. ലോകമെമ്പാടും വിവിധ സ്ഥലങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമൊക്കെ സജീവമായി ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ലൈവായി പങ്കെടുക്കുന്നവരും അവരുടെ നിയോഗങ്ങൾ, ഇനി ഉടമ്പടി ചെയ്തിട്ടില്ലാത്തവർ ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് പ്രതിഷ്ഠിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ശ്രുതികട ഹല്ലേലൂയ.
ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ വീശി കരങ്ങൾ നീട്ടി അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനയും ഹല്ലേലൂയ ഒഴിച്ചും ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഹൃദയത്തിൽ കൊണ്ടുപറ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാപനം ലഭിക്കുന്ന ഭാഷാപനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. Hallelujah, 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 Amen. Hallelujah, 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 Amen. Praise the Lord. അമ്മ മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സ്വർഗീയ പിതാവിനും പരിശുദ്ധാത്മാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്ന് പറഞ്ഞോട്ടെ ദൈവമക്കളെ. ഞങ്ങൾ കൂട്ടുകാട് ഇടവക ചെറുപുഷ്പം ദേവാലയ കുടുംബാംഗമാണ്. എൻ്റെ പേര് ലൈസ മൈക്കിൾ.
ഞാൻ 2019 മെയ് 30 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 17ാമത്തെ ഉടമ്പടിയും സിൽവർ ഗ്രേയിൽ പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ എന്നും വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടും ഞാൻ കണ്ണുകൊണ്ട് കണ്ടും കാണുന്ന ഒരു കുടുംബമാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടുന്ന് പരിശുദ്ധ അമ്മയുടെ പത്രം വാങ്ങി എറണാകുളം വിനോദസഞ്ചാര ബോട്ടുകളിലും പിന്നെ നമ്മുടെ ചെറായി ബീച്ചിലും ഓട്ടോറിക്ഷക്കാർക്കും പിന്നെ ടൗണുകളിൽ നടന്ന ഓരോ കടകളിലും ഞാൻ അമ്മയുടെ പത്രം വിതരണം ചെയ്യുകയും അമ്മയെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റിയും ഞാൻ എല്ലാവരോടും ആവുന്നത്ര പറയുകയും അവരോട് വരാൻ പറയുകയും നിങ്ങൾ പോകണമെന്ന് ദയവോടെ ഞാൻ അവരോട് പ്രാർത്ഥനാപൂർവ്വം വിശ്വാസപ്രമാണം ചൊല്ലി ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അറിവിൽ ആരെല്ലാം പാവപ്പെട്ട കുടുംബങ്ങൾ എവിടെയുണ്ടോ, ആരുടെ കണ്ണീർ പൊഴിക്കുന്നുവോ, ഞാൻ അവിടെ ഓടിയെത്തും. എൻ്റെ ചേട്ടനോടും ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് മൈക്കിളേട്ടൻ. ഞാൻ ചേട്ടനോടും പറഞ്ഞ് ചേട്ടനും ആവശ്യമുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നാവാലെയും മാതാവിനെ പറ്റിയും പ്രേക്ഷിത പ്രവർത്തനം ആരും അറിയാതെ തന്നെ ചേട്ടൻ ചെയ്യാറുണ്ട്. ഇല്ലാത്ത വീടുകളിൽ പലവ്യഞ്ജന സാധനങ്ങളും എല്ലാം വാങ്ങി എനിക്ക് തന്ന് അവിടെ കൊണ്ടേ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ആ വീട്ടിലെ കണ്ണീർ തുടക്കുകയും കൃപാസനത്തിൽ മക്കളെ നിങ്ങൾ പോകണം, അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഓരോ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ നടന്ന് ഞാൻ ചെയ്യാറുണ്ട്. അവസാനം എൻ്റെ കാല് വേദന എടുത്ത് കാലുമേ നീര് വന്നാലും പരിശുദ്ധ അമ്മയുടെ പത്രം ഇവിടെ നിന്ന് വാങ്ങി ഞാൻ എത്ര കാലുവേദന എടുത്താലും പരിശുദ്ധ അമ്മയെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മയെ ഞാൻ ഈ പത്രം കൊടുക്കുന്നവർക്ക് അവർക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയണമേ. ഇനി എൻ്റെ സാക്ഷ്യത്തിലോട്ട് ഞാൻ വന്നോട്ടെ ദൈവമക്കളെ. 2024 ഒക്ടോബർ 21 ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, ഒരു 4 ആളുകൾ അമ്മയുടെ ഒരു പേടകം പോലെ തോളിലേറ്റി നടന്നു വരുന്നു. ഞാൻ കണ്ണു തുറന്നു ഓടി നോക്കുന്നു, അയ്യോ പച്ചയും നീലയും കയറ്റിയ ഒരു പേടകമാണല്ലോ ഇത്, ആരാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്? ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പരിശുദ്ധ എൻ്റെ അമ്മ, ഹൃദയത്തിൽ ഞാൻ ഏറ്റു നടക്കുന്ന എൻ്റെ അമ്മ അതിലിരുന്ന് എന്നെ നോക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്താണമ്മേ ഇതിൻ്റെ അർത്ഥം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 4 മണി കഴിഞ്ഞ് ഞാൻ ലേറ്റായിട്ട് ഉണർന്നാൽ നല്ല പഞ്ചാര സ്വരത്തിൽ ലൈസേ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് എന്താണമ്മേ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ജപമാല ചൊല്ലി ഞാൻ പള്ളിയിലിരുന്നും എൻ്റെ വീട്ടിലിരുന്നും പ്രാർത്ഥിച്ചു ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. മകളെ, ദുരന്തം വരാനിരിക്കുന്ന നിങ്ങൾക്ക് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. ഒക്ടോബർ 21 ഇത് നടക്കുന്നത്. ഒക്ടോബർ 22 ഞങ്ങളുടെ അളിയൻ്റെ 70ാം പിറന്നാൾ ആഘോഷം. വൈകുന്നേരം 7 മണിക്കാണ് കേക്ക് കട്ടിങ്ങും എല്ലാം പറഞ്ഞ്. ചേട്ടൻ പറഞ്ഞു വേഗം തയ്യാറാകും, നമുക്ക് പോകണം. തറവാട്ടിൽ നിന്ന് എല്ലാവരും പോയി, എല്ലാവരും അവിടെ എത്താറായി, വേഗമാവും. ചേട്ടാ, ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പരിശുദ്ധ ജപമാലയും ചൊല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല. ചേട്ടൻ പറഞ്ഞു അത് സാരയില്ല, ഇന്നത്തേക്കല്ലേ വരൂ. ഇല്ല, ഞാനും എൻ്റെ മോൻ്റെ കുഞ്ഞുമോളും, ഇത് മോൻ്റെ മകളാണ് കാൽവിന ഷൈബിൻ, ഞങ്ങൾ 2 പേരും ഇരുന്ന് അവിടെ നിന്ന് ജപമാല ചൊല്ലി പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം 7 മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇനി നമ്മൾക്ക് പോകാം, എൻ്റെ പ്രാർത്ഥന പൂർത്തിയായി. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ മനസ്സ് ഭയങ്കര വിഷമവും തകർച്ചയും. ബർത്ത്ഡേ പന്തലിൽ ചെന്നിരുന്ന് ഞാൻ ഒരു മൂലക്കിരുന്ന് ജപമാല എത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് സന്തോഷമില്ല, മനസ്സിൽ എന്തോ പ്രശ്നം വരാൻ പോകുന്നു. 9:30ക്കും 10:00 ഞാൻ ചേട്ടനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ക്ലാസ്സില്ലേ നാളെ, നമുക്ക് പോകാം. ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് പോകാം. 2 വീലറായിരുന്നു ഞങ്ങളുടെ ചേട്ടൻ ഓടിക്കുന്നത്. ഈ കുഞ്ഞ് മുൻപിൽ പിടിച്ചു നിൽക്കുന്നു, ഞാൻ പുറയിലിരിക്കുന്നു. എൻ്റെ ചേട്ടൻ ബൈക്കെടുത്ത് മുന്നോട്ട് മെയിൻ റോഡോട്ട് കടന്നതും ഭയങ്കര ഒരു ബൈക്ക് വന്ന് ഞങ്ങളെ ആഴത്തിൽ ഇടിച്ചു മറിച്ചിട്ടു. പരിശുദ്ധ അമ്മയെ അവിടെ നിന്ന് ഞാൻ വിളിച്ചു. എൻ്റെ പരിശുദ്ധ അമ്മയെ ഉടമ്പടി ക്രാശുവിന് എൻ്റെ കയ്യിൽ, എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇവള് വെള്ള ഉടുപ്പും ലോങ് ഉടുപ്പാണ് ഇട്ടിരുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? കൊച്ച് ടയറിൻ്റെ അടിയിൽ നിന്നും മാലാഖ പിടിച്ച് പൊക്കിയെടുക്കുന്നത് മാറി കുഞ്ഞിനെ എണീറ്റിപ്പിക്കുന്നു. നോക്കിയപ്പോൾ അപ്പച്ചൻ കിടക്കുന്നു. പരിശുദ്ധമ്മ ആ നിമിഷം എനിക്ക് അവിടെ ദർശനത്തിൽ വന്നു. മത്തായി 11:10 അനുസരിച്ച് നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അഴിക്കുന്നു. ചേട്ടനെ എടുത്ത് ഓട്ടോയിലെടുത്ത് എല്ലാവരും പോയി. കുഞ്ഞ് പേപ്പന്മാരെ വിളിക്കാനായി ഓടി. അതിക്ക് മുമ്പേ ചേട്ടനെ ആസ്പത്രിയിൽ ഡോൺ ബോസ്കോയിൽ എത്തിച്ചു.
ഡോൺ ബോസ്കോയിൽ ഞങ്ങൾ പുറകെ ചെന്നതും കൊച്ച് 2 കൈയും കുമ്പിൾ പോലെ നീട്ടി മുകളിലേക്ക് കൈയുയർത്തി, പരിശുദ്ധ അമ്മേ മാതാവേ, എൻ്റെ അമ്മ എവിടെയാണ്? എൻ്റെ അപ്പച്ചനെ രക്ഷിക്കൂ അമ്മേ എന്ന് പറഞ്ഞാണ് എൻ്റെ ഈ കുഞ്ഞുമകൾ പ്രാർത്ഥിച്ചത്. ഇവളും പത്രം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ഇവൾ ഉടമ്പടി പ്രാർത്ഥന കാണാതെ പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ എല്ലാ പാട്ടുകളും പാടാറുണ്ട്. ഈ കുഞ്ഞുമോളും ഞാനും നടന്ന് പ്രേക്ഷിത പ്രാർത്ഥന നടത്താറുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നു ചേട്ടനെ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു 6 മാസം എടുക്കണം, ഓപ്പറേഷൻ വേണമെന്ന്. ICUയിൽ കിടത്തി. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പൊടിഞ്ഞ എല്ലുകളെ കൂട്ടിച്ചേർത്ത പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാര, എൻ്റെ ചേട്ടൻ്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഒന്നിനും വിഷമിക്കാനില്ല. 6 മാസം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ. ഒക്ടോബർ 26-ാം തീയതി അമ്മയുടെ ജപമാല റാലിയിൽ, അമ്മേ എനിക്ക് വരാൻ സാധിക്കില്ല അമ്മേ, ഞാൻ ജപമാല എത്തി പ്രാർത്ഥിച്ചു. ഉടനെ ചേട്ടൻ്റെ ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി ചേട്ടനെ കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. ശരി അമ്മ വന്നോളൂ. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് ICUയിൽ നിന്ന് ഇറക്കിയപ്പോൾ ഈ ഉടമ്പടി തൈലം കൊണ്ട് ചേട്ടൻ്റെ എല്ലാ ഭാഗത്തും കുരിശിട്ട് പ്രാർത്ഥിച്ചു. ചേട്ടൻ പോയിക്ക് ധൈര്യമായി. പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരനുമാണ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പോയ ചേട്ടനെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അത്രക്കും മുഖത്തിൽ പ്രസാദമായിരുന്നു. ഓപ്പറേഷൻ സക്സസ് ആയി. ഡോക്ടർ പറഞ്ഞു എല്ലുകൾ പൊടിഞ്ഞിരിക്കുകയായിരുന്നു. എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാമ്മയുടെ ജപമാല റാലി വരാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ എങ്ങനെ പോകും? ചേട്ടൻ ICUയിലാണല്ലോ. ഉടനെ അമ്മേ എനിക്കൊരു വഴി കാട്ടിത്തരണേ. അനിയൻ പറഞ്ഞു ചേച്ചി പോയിക്കോ. അനിയനും പെങ്ങക്കുടിയ ഭർത്താവ് അളിയനും കൂടി പറഞ്ഞു ഞങ്ങൾ നിന്നോളാം, ചേച്ചി പോയിക്കോ. ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അമ്മയുടെ ജപമാല റാലിയിൽ പങ്കുകൂടി രാത്രി 8 മണിയോടുകൂടി തിരിച്ച് ആസ്പത്രിയിലെത്തി. ആ ഉടമ്പടി ആ ജപമാല റാലിയിൽ ചേട്ടൻ പറഞ്ഞു വീട്ടിൽ പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട, ക്ഷീണമുണ്ടാവില്ല എന്നില്ല. ജപമാല റാലിയിൽ പങ്കെടുത്ത ആ ശരീരത്തോടു കൂടി തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരികയും തൈലം പുരട്ടി വീണ്ടും എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതെല്ലാം നല്ലതിനാണ് ചെയ്തത്. കാരണം ചേട്ടന് യൂറിൻ്റെ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും പരിശുദ്ധമ്മ കാണിച്ചു തന്ന് അതും ഓപ്പറേഷനിൽ സക്സസ് ആയി. ബയോപ്സി കൊടുത്തു. ഞാൻ പറഞ്ഞു അമ്മേ, പരിശുദ്ധമ്മേ, ബയോപ്സിയിൽ അമ്മ തന്നെ എല്ലാം ചെക്കപ്പിനും ടെസ്റ്റും ചെയ്തിരിക്കണേ. ബയോപ്സി എല്ലാം ക്ലിയർ ആയിട്ട് വന്നു. ഞാൻ തുള്ളിച്ചാടി. എൻ്റെ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേട്ടന് 6 മാസം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു പരിശുദ്ധമ്മ അമ്മയുടെ അൾത്താരയിൽ മുമ്പ് സാക്ഷ്യം പറയുവാൻ വീൽ ചെയറോ വാക്കറോ വടിയോ ഇല്ലാതെ എൻ്റെ ചേട്ടനെ ഇവിടെ നടയിൽ നിർത്തുവാമേ. അമ്മ അതിനെന്നെ സഹായിക്കണം. എൻ്റെ വീട്ടിൽ പരിശുദ്ധമ്മയുടെ എല്ലാ സാന്നിധ്യവുമുണ്ട്. ഈ കുഞ്ഞുമോൾക്കും ഈ ചേട്ടനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കണ്ണുകൾ കൊണ്ട് ഞാൻ ഒരു വണക്കമാസം നടക്കുന്നതിൽ ഈ ഇവിടെ തൂങ്ങപ്പെട്ട കുരിശിൽ തിരുക്കുമാരനെ കെട്ടിപ്പിടിച്ച് ചെങ്കല്ല് കളറിലെ സാരി ഉടുത്ത് തിരുക്കുമാരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇത് എനിക്ക് ആരെയും വിശ്വസിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ റൂമിൽ കിടന്നപ്പോൾ ചെങ്കല്ല് കളറിലെ സാരി ഉടുത്ത് എൻ്റെ അമ്മ എൻ്റെ നാവിൽ തൊട്ടതാണെന്ന്. അപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ചു. ജോസഫ് അച്ഛനെ പോലെ തന്നെ എനിക്കും കാണാൻ ഇടവന്നല്ലോ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ചുരുക്കി പറയുന്നു. അമ്മ എൻ്റെ കൂടെ എൻ്റെ മക്കളെ, ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും കൃപാസനിൽ വന്ന ഓരോ മക്കളെയും ജാതിമത ഭേദമന്യേ അമ്മ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങളെ സാക്ഷ്യത്തിനായി ഇവിടെ നിരത്തും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക. ഞാൻ എൻ്റെ കുഞ്ഞുമോൾക്ക് കൊടുക്കുന്നു ഒരു വാക്ക് പറയുവാൻ. ദൈവം ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. മാർക്കോസ് 10:16. എന്നെയും എൻ്റെ അപ്പച്ചനെയും അമ്മനെയും അത്രയും വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി. ദൈവമായ യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മാതാവിനും കൃപാസന മാതാവിന് പ്രത്യേകം ഞങ്ങൾ കുടുംബസമേതം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും എൻ്റെ ഭാര്യയായ ലൈസ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാനതൊന്നും വിവരിക്കുന്നില്ല. ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവരുടെ ആ ഒരു ഭക്തി, 17 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയേക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. അവരുടെ ഭക്തി കൊണ്ടും അവരുടെ ദൈവവിശ്വാസം കൊണ്ടും മാത്രമാണ് ഇത്രയും നാളും പിടിച്ചു നിൽക്കാനും ആ ഒരു കുറവുകളും ആ പ്രാർത്ഥനകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ വരുത്താതെയാണ് ആ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചു പോകുന്നത്. അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, ഞങ്ങളുടെ പരിസരത്തും അതുപോലെ ഞങ്ങളുടെ പല കുടുംബങ്ങളിലും എല്ലാം പുള്ളിക്കാത്തിയുടെ ഒരു
നിർബന്ധം കൊണ്ട് വരെയും പല മതത്തിൽപ്പെട്ടവർ വരെയും അതിനകത്തേക്ക് നമ്മളുടെ ഇതിൻ്റെ ഈ മാതാവിനെ വിശ്വസിക്കുകയും ഈ പള്ളിയിൽ വരികയും അവർക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഏതായാലും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പം എൻ്റെ ആക്സിഡൻറ്റിനെ പറ്റിയെല്ലാം ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങളൊരു ബർത്ത്ഡേ ചടങ്ങ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു. ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ബൈക്ക്, അവരുടെ സൈഡിൽ കൂടി വരുന്ന ആ പയ്യൻ ഒരു 100-120 മൈൽ സ്പീഡിൽ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ എൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ ആ തുട എല്ലിലാണ് വന്ന് ആ വണ്ടി ഇടിക്കുകയും ഞങ്ങൾ 3 പേരും മറിഞ്ഞു വീണു. ആ പയ്യനും വീണു. അവനപ്പം തന്നെ വണ്ടി എടുത്ത് അവൻ ഓടിപ്പോവുകയും ചെയ്തു. അവനെ ഇന്ന് വരും ഞങ്ങൾക്ക് പിടികിട്ടിയുള്ള പോലീസ് അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ 3 പേര് വീണെങ്കിലും എൻ്റെ എല്ല് വട്ടമൊടിഞ്ഞ് 1 ഇഞ്ച് അങ്ങാടും കയറി ഇരിക്കുന്ന രീതിയിൽ ആണ് ആ സമയത്ത് സംഭവിച്ചത്. എൻ്റെ വൈഫിനും കുഞ്ഞിനും മകൻ്റെ കുഞ്ഞായ കുഞ്ഞിനും ഒരു തൊലി പോലും പൊട്ടി ഒരു തുള്ളി ചോര പോയില്ല എന്നുള്ളതാണ് പ്രധാന സംഭവം. എനിക്കും അതേപോലെ തന്നെ എൻ്റെയും ഒരു തുള്ളി ചോര പോയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ വന്ന് തൽക്കാലം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. പിറ്റേ ദിവസം നേരെ ഓപ്പറേഷനൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നേരെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ അവരുടെ പരിശോധനയിൽ കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും നമ്മളുടെ കാല് ശരിയാവുന്ന രീതിയിലല്ല ഡോക്ടറൊക്കെ പറഞ്ഞത്. എന്തായാലും നല്ല സ്റ്റീൽ റോഡൊക്കെ ഇട്ട് 2 ദിവസത്തിനുള്ളിൽ അവർ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ഈ പറഞ്ഞ പോലെ 6 മാസത്തോളം വളരെയധികം ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത ആ സ്റ്റിച്ച് എടുക്കുകയും 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ നടന്നു തുടങ്ങുകയും അതുപോലെ ഇപ്പോൾ ഒരു 3 മാസം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിയായ രീതിയിൽ കൂടി നടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ നടന്ന് ഒക്കെയാണ് എല്ലാ കാര്യങ്ങൾക്കും പോകുന്നതും ചെയ്യുന്നതും. വണ്ടി ഓടിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സൈക്കിൾ ചവിട്ടുന്നുണ്ട്, ഞാൻ 2 വീലർ ഓടിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു തടസ്സമില്ല. അതുകൊണ്ട് എനിക്ക് എവിടെ പോകാനും വരാനും പള്ളികളിലൊക്കെ എല്ലാ പള്ളിയിലും പോകാനും എല്ലാം നമുക്കിപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഈ കാല് ഇപ്പം നടക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഏതായാലും മാതാവ് നിഷ്പ്രയാസം മാറ്റി തരുമെന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം പലരും ഇതുപോലെ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിനെയും ദൈവം തന്ന മാതാവ് അനുഗ്രഹിച്ച് തന്ന ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം മാതാവിനെ നേരിട്ട് കാണുന്നത് പോലെ ആണ് ഞങ്ങൾക്ക് ആ സംഭവം മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതും എല്ലാം. എൻ്റെ വണ്ടിയുമ്പോൾ വന്ന് ഇടിച്ച പയ്യൻ എന്ന് പറഞ്ഞത് എൻ്റെ വണ്ടി 1 സെക്കൻഡ് കൂടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോവുകയായിരുന്നെങ്കിൽ ആ പയ്യൻ്റെ വണ്ടി ചെന്ന് ഇടിക്കുന്നത് ഒരു മതിലും വേലിയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് അവൻ പോയാനെ. എൻ്റെ വണ്ടിയുമ്പോൾ ഇടിച്ചതിൻ്റെ പേരിൽ ആ പയ്യനും ആ റോട്ടിൽ തന്നെ വന്ന് വീണ് അവനും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും മരിക്കണ്ട, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ആ ഇടിയും ആ വീഴ്ചകളെല്ലാം. പക്ഷേ അതിൽ നിന്ന് എൻ്റെ കാലിൻ്റെ ഒരു എല്ല് വട്ടം പൊട്ടിയതല്ലാണ്ട് വേറെ ഒരു തുള്ളിച്ചോര പോലും ഒരാളുടെ പോകാതെ മാതാവ് ആ പയ്യനെയും രക്ഷിച്ചു. അവനെ പിടികിട്ടിയില്ല, അവൻ പോയി കളഞ്ഞു. എന്തായാലും മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു. ദൈവമക്കളെ, എല്ലാവരും ഉടമ്പടി വിശ്വാസത്തോടെ എടുക്കുകയും ഉടമ്പടി സങ്കീർത്തനങ്ങൾ 118:8-9 പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കാതെ കർത്താവിൽ അഭയം പ്രാപിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഈ വചനം നിങ്ങൾ കൊണ്ടു നടന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ കൃപാസന അമ്മ നമ്മളുടെ കൂടെ ഉണ്ടാവും. മക്കളെ, ഇത് പൂർണ്ണമായി എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുക. അമ്മയെ വിശ്വസിക്കുക, തിരുക്കുമാരനെ വിശ്വസിക്കുക. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അമ്മയെ ഞാൻ കാണാത്ത ദിവസമില്ല, അമ്മയുടെ സ്വരം ദർശിക്കാത്ത ദിവസമില്ല. മക്കളെ, നിങ്ങൾ പൂർണ്ണമായി ജോസഫച്ചൻ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ധ്യാനം ഇടപെടാതെ നിങ്ങൾ ധ്യാനം കേൾക്കണം. അനുദിന അനുഗ്രഹ പ്രാർത്ഥന കേൾക്കണം. ഉടമ്പടി പ്രാർത്ഥന എല്ലാം നിങ്ങൾ കൃത്യസമയത്ത് ഇവിടെ പറയുന്നത് മാതിരി അവൻ പറയുന്നത് പോലെ ചെയ്യുക. ജെറമ്യ 11:3 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉടമ്പടിയെ ചെവിക്കൊള്ളാത്തവൻ ശബ്ദൻ. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ എൻ്റെ ഈ വിനീതമായ അമ്മയോടുള്ള സാക്ഷ്യം നിർത്തുന്നു. ആമേൻ.